നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ എന്ന് പറയുമ്പം CBSE വേഴ്സസ് സ്റ്റേറ്റ് കുട്ടികളുമായിട്ടുള്ള താരതമ്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, അതായത് സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികളും CBSE പഠിക്കുന്ന കുട്ടികളും പ്രത്യേകിച്ചും ടൈം ടേബിൾ ഷെഡ്യൂളിൽ ഉണ്ടാകുന്ന ഭയങ്കരമായ ടോർച്ചറിങ് എന്ന് പറയാം സ്റ്റേറ്റ് സിലബസിൽ. ഇതും CBSEയുടെ ഇപ്പോഴത്തെ കറണ്ട് ടൈം ടേബിളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ട് പറയാം, മാർച്ച് 3-ാം തീയതിയാണ് +2 സ്റ്റേറ്റുകാർക്ക് പരീക്ഷ തുടങ്ങുന്നത്. മാർച്ച് 3-ാം തീയതി. ബയോളജി സയൻസ് ആണല്ലോ 90% കേരളത്തിൽ. മാർച്ച് 19-ാം തീയതി, അതായത് 16 ദിവസം കൊണ്ട് എല്ലാ പരീക്ഷകളും തീരും സ്റ്റേറ്റുകാർ. ഫിസിക്സ് ഒക്കെ പഠിക്കാൻ ഒരു ദിവസം, ബോട്ടണി സൂളജും പഠിക്കാൻ ഒരു ദിവസം, ഒന്ന് വായിച്ച് നോക്കാൻ പോലും പാകും നിങ്ങൾക്ക് സമയമില്ല. അന്നേരം സ്റ്റേറ്റ് ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ നേരത്തെ പഠിച്ചു വെക്കണം. എത്ര നേരത്തെ പഠിച്ചു വെക്കാനാണെങ്കിലും ഒരു വട്ടം വായിച്ച് നോക്കാനുള്ള സിലബസ് ഒരു 2-3 ദിവസമെങ്കിലും, മിനിമം 3 ദിവസമെങ്കിലും മെയിൻ സബ്ജക്റ്റിന് കൊടുക്കേണ്ടതിന് പകരം വളരെ മോശമായ രീതിയിൽ, ഒരു രീതിയിലും നമുക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരു രീതിയിലും നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്തിനാണ് ഈ ടൈം ടേബിൾ ഇടുന്നത്? കുട്ടികളെ ഇത്രയും ദ്രോഹിക്കാനാണോ? അന്നേരം കേരള ഗവൺമെൻറ് ഇട്ടേക്കുന്ന ടൈം ടേബിളാണിത്. മാർച്ച് 3 മുതൽ മാർച്ച് 19. നേരത്തെ നടത്തി തീർത്തിട്ട് എന്തെടുക്കാനാണ് എന്നുള്ളൊരു ചോദ്യം കുട്ടികളും രക്ഷകർത്താക്കളും ചോദിച്ചിട്ടും യാതൊരു കാര്യമില്ല. ഇതൊന്നും നമുക്ക് പ്രശ്നമേ അല്ലെന്ന് പറയുന്ന കേരള ഗവൺമെൻറ് ഉണ്ട്. അന്നേരം അതിനൊരു മാറ്റം വരുമെന്ന് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ടൈം ടേബിൾ ഷെഡ്യൂളിന് മാറ്റം വരും. കുട്ടികൾക്ക് പഠിക്കാൻ അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ വരാൻ ഒരുപാട് സ്റ്റേജ് ഉണ്ട്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും ഒരു വട്ടം വായിച്ച് നോക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ മറുവശത്ത് CBSE ഇതേ ടെക്സ്റ്റാണ് അവരും പഠിക്കുന്നത്. അവർക്ക് ന്യൂമറിക്കൽസോ ഫിസിക്സ് ആണെങ്കിൽ ന്യൂമറിക്കൽസോ ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള അല്ലാതെ, ക്വസ്റ്റ്യൻ പാറ്റേൺ വ്യത്യാസം അല്ലാതെ രണ്ടും ഒരേ ടെക്സ്റ്റ്. സ്റ്റേറ്റുകാരും CBSEക്കാരും. ഒരു പക്ഷേ സ്റ്റേറ്റുകാർക്ക് ചിലപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെക്സ്റ്റോ CBSEക്കാർക്ക് ചില കളറോ ഉള്ളതാണ്. ഞാൻ 2 കുട്ടികളെയും പഠിപ്പിക്കുന്നതാണ്. പക്ഷേ CBSEയുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടൈം ടേബിൾ ഇപ്പം വന്നു. സെൻട്രൽ ഗവൺമെൻറ് ആണല്ലോ അവർ CBSEയുടെ ബോർഡ് തീരുമാനിക്കുന്നത്. ആ ടൈം ടേബിൾ ഫെബ്രുവരി 15-ാം തീയതി എക്സാം തുടങ്ങും. നിങ്ങൾ ആലോചിക്കുക, ഫെബ്രുവരി 15-ാം തീയതി എക്സാം തുടങ്ങിയിട്ട് എക്സാം തീരുന്ന ഏപ്രിൽ 4-ാം തീയതിയാണ്. ഏകദേശം 1.5 മാസത്തോളം ഗ്യാപ്പ്. ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ക്രിയാത്മകമായിട്ടുള്ള ടൈം ടേബിൾ. ചിലപ്പോൾ നമുക്ക് ദിവസം കൂടിപ്പോയെന്നുള്ള ഒരിത് മാത്രം ചിലപ്പോൾ തോന്നിയേക്കാം. 7 ദിവസം ഫിസിക്സിന്, 10-15 ദിവസം ബയോളജിക്ക്, ഇതിക്കുള്ള എന്താ വേണം, 10 ദിവസം മാത്സിന്, ഇങ്ങനെ എല്ലാത്തിനും അത്യാവശ്യം വേണ്ട ടൈം ടേബിൾ വെച്ച് കൃത്യമായിട്ടും 1.5 മാസത്തിനുള്ളിൽ രണ്ടും +2കാർ തന്നെ ഒരേ ടെക്സ്റ്റ് പഠിക്കുന്ന സാധാരണ കുഞ്ഞുങ്ങൾക്ക് എന്തിനാണ് ഇത്രയും വൃത്തികെട്ട അല്ലെങ്കിൽ കുട്ടികളെ ഇത്രയും ഉപദ്രവിക്കുന്ന ഒരു ടൈം ടേബിൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയേക്കുന്നുള്ളതാണ്. വളരെ പ്രയാസം, വളരെ വിഷമമുണ്ട്. അദ്ദേഹത്തിനുള്ള വളരെ വിഷമമുണ്ട്. കാരണം ഇത് അധ്യാപകരൊക്കെ കൂട്ടമായിട്ട് ഇത് കംപ്ലൈൻറ്റും ഒക്കെ ചെയ്യേണ്ടതാണ്. കാരണം അധ്യാപകർ കുഞ്ഞുങ്ങളെ എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ ഈ ടൈം ടേബിളൊക്കെ വേരിയേഷൻ വന്നില്ലെങ്കിൽ പരീക്ഷ, ഇപ്പോഴീ കുഞ്ഞുങ്ങളൊന്നും അറിയത്തില്ല. കാരണം പ്രാക്ടിക്കൽസൊക്കെ ആയിട്ട് അവർ ധൃതിയായിട്ടങ്ങ് പോകും. പരീക്ഷ അടുക്കുമ്പോഴാണ് ഇവർക്ക് ടെൻഷൻ കയറുന്നത്. അതുണ്ടാതിരിക്കാൻ വേണ്ടിയാണ് ദയവ് ചെയ്ത് ഇത് കാണുന്നവർ കുട്ടികളൊന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസുമാണ്. ഇത് കാണുന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഉണ്ടെങ്കിൽ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളുടെ ടൈം ടേബിൾ ഒന്ന് മാറ്റി നല്ല രീതിയിൽ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണമെന്നൊരു അഭ്യർത്ഥനയാണ്. മറ്റൊന്ന് 100% പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.